ഹലോ, എല്ലാവർക്കും മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതേ നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ്. കറിയല്ല, മുട്ട റോസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടേ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ സ്പൈസിയായ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് കണ്ടാലോ? ഈ സ്പൈസി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 2 സവാള, കുറച്ച് മല്ലിയില, 1 തക്കാളി, 2 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇനി നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം. മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്ത ഇൻഗ്രീഡിയൻസ് മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവമാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. തുള്ളി ഒന്നും വേവുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നല്ലതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ എല്ലാം വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മുട്ട 8 പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്ത 3 മുട്ടയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് മുളക് പൊടി, അടുത്തതായിട്ട് മല്ലിപ്പൊടി, ലാസ്റ്റ് വൺ ഗരം മസാല. ഇപ്പം ഇതിൻ്റെ അളവ് ഞാൻ ആദ്യം പറഞ്ഞത് കൊണ്ടാണ് ഇപ്പം അളവ് എടുത്ത് പറയാത്തത്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇപ്പോൾ എനിക്ക് മല്ലിയില ഇഷ്ടമാണ്, അതുമല്ല അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർക്കുകയാണ്. ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മസാലകളെല്ലാം മുട്ടയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ എഗ് റോസ്റ്റ് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ സ്പൈസി എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.